പ്രിയപ്പെട്ടവരെ, പണ്ടൊരാൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഒരുപാട് ആനകളെ നോക്കുന്ന കുറച്ച് ആനക്കാരെ കണ്ടു. ആ സന്ദർഭത്തിൽ ഈ വ്യക്തി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആനക്കാരനോട് ചോദിച്ചു, ഇത്രയും വലുപ്പവും ശക്തിയും ഒക്കെയുള്ള ഈ ജീവിയെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. ആ സന്ദർഭത്തിൽ ആനക്കാരൻ ആ വ്യക്തിയോട് പറഞ്ഞു, സുഹൃത്തേ, ഈ ആന കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ആനയുടെ കാലിൽ കയറുകൊണ്ട് കെട്ടും. അന്നും ആ കുഞ്ഞായ ആന ഒരുപാട് ആ കെട്ട് പൊട്ടിക്കാനും ഒന്ന് എഴുന്നേറ്റ് പായാനും ഓടാനുമൊക്കെ ശ്രമിക്കുമ്പോൾ കുഞ്ഞല്ലേ, കഴിയാതെ പോകുകയായിരുന്നു. അതൊരു പതിവായി. പിന്നീട് ആ ആനക്കുഞ്ഞ് വളർന്നു വലുതായി വലിയ ആനയായപ്പോഴും ആനയുടെ ഓർമ്മകളിൽ ആ പഴയകാല അനുഭവങ്ങളാണ്. തന്നെ എവിടെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും തനിക്ക് അത് പൊട്ടിക്കാനും ഇവിടെ നിന്ന് ഓടാനും കഴിയില്ല എന്നുള്ള ആ ഓർമ്മകളാണ് ഇന്നും ഈ വലിയ ആനകളെ ഈ കയറിൽ ഇങ്ങനെ ബന്ധിച്ച് നിർത്തുന്നത് എന്നായിരുന്നു ആ ആനക്കാരൻ്റെ മറുപടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥയിൽ നമുക്കുള്ള പാഠം, നമ്മുടെ എല്ലാം മനസ്സിൽ ആവശ്യമില്ലാത്ത ഭയം, ആവശ്യമില്ലാത്ത വിചാരങ്ങൾ, ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ അതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഉയരങ്ങളിലെത്താനും അവ നമ്മെ അനുവദിക്കില്ല എന്നും ആ കുടിസിൽ ഇങ്ങനെ കിടന്ന് കഴിയേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് കാസർഗോഡ് പൂച്ചക്കാട്ടുള്ള ജിന്നുമ്മയും സംഭവങ്ങളുമൊക്കെ ഒരു വാർത്തയായി കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഇതിലെല്ലാം ഒരുപാട് പാഠങ്ങളും ഒരുപാട് ചിന്തിക്കാനും ഉണ്ട്. ഇപ്പോൾ കാസർകോട്ടെ പൂച്ചക്കാട് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജിന്നുമ്മയും കൂട്ടരും, ജിന്നുമ്മയാവട്ടെ ജിന്നുപ്പയാവട്ടെ ആരാവട്ടെ, അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് അറിയില്ല. എന്നാലും ഇതിലെല്ലാം നമുക്ക് ഒരുപാട് പാഠങ്ങളും ഒരുപാട് മനസ്സിലാക്കാനും ഉണ്ട് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഏത് തട്ടിപ്പ് ആര് നടത്തിയാലും നമ്മൾ അതിൽ പഠിക്കേണ്ട ചില വശങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലം ഇത്ര മാറിയിട്ടും, കാലം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും, മനുഷ്യൻ ഇത്രമാത്രം വലിയ അറിവുള്ളവരായിട്ടും ഇപ്പോഴും എന്നോ ആരോ കൊണ്ട് നടന്ന പലതിൻ്റെയും പിറകിൽ ഒതുങ്ങിക്കൂടിയിട്ട് ഇപ്പോഴും ജീവിതം എവിടൊക്കെയോ തളക്കപ്പെട്ട കുറേ ആളുകൾ നമ്മുടെ എല്ലാം കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഇത്തരം ജിന്നുമ്മമാരുടെയും ജിന്നുപ്പമാരുടെയും എല്ലാം കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് പലതിനും പലതരത്തിലുള്ളതായ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിലെല്ലാം മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസത്തെ പോലും വിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ജോലി ശരിയാവാൻ, അസുഖം ഭേദമാകാൻ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ നീങ്ങാൻ, അതല്ലെങ്കിൽ വീട്ടിലുള്ള ജീവിതം സന്തോഷകരമാകാൻ വേണ്ടിയിട്ടുള്ള പല ചികിത്സക്കാരും പല ആളുകളും നമ്മുടെ എല്ലാ നാട്ടിൻ പുറങ്ങളിലുണ്ട്. തട്ടിപ്പാണ്. 99.4% തട്ടിപ്പാണ് അവയെല്ലാം എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണേ.